നമസ്തേ. ഇന്നത്തെ ക്ലാസ് ഡോക്ടർ വിശ്വേശ്വരയ്യ ചാപ്റ്റർ 6 ആണ്. प्रत्येक देश की प्रगति वहाँ के लोगों की शिक्षा पर निर्भर है. പ്രത്യേക ദേശ് പ്രത്യേക മീൻസ് ഓരോ ദേശത്തിൻ്റെയും പ്രഗതി മീൻസ് പുരോഗതി അവിടുത്തെ ജനങ്ങളുടെ ശിക്ഷ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമാണ്. അതായത് അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചായിരിക്കും ആ ദേശത്തിൻ്റെ പുരോഗതി. പുരാനി ബാത്തേം പുരാനി ജമാനെ കെ ലിയെ ദി, പഴയ കാര്യങ്ങൾ പഴയ കാലത്തിന് വേണ്ടിയായിരുന്നു. ഗോജോ അന്വേഷിക്കൂ, സീക്കോ പഠിക്കൂ, ഓർ സംഘടിത് ഹോ അതായത് എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കൂ. യ സന്ദേശ് ദേ, ഈ മെസ്സേജ് ആരുടെ ആയിരുന്നു? മഹാൻ എഞ്ചിനീയർ ഡോക്ടർ വിശ്വേശ്വരയ്യ, മഹാനായ ഡോക്ടർ വിശ്വേശ്വരയ്യയുടേതാണ്. നെക്സ്റ്റ്, बेंगलुरु से 60 किलोमीटर दूर एक छोटे से गांव मुद्देनहल्मी में 15 सितंबर सन 1861 को विश्वेश्वरയ്യ का जन्म हुआ था. ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെ ഒരു ചെറിയ ഗ്രാമമാണ് മുദ്ദേൻഹൽമി. മുദ്ദേൻഹൽമിയിൽ സെപ്റ്റംബർ 15, 1861 വിശ്വേശ്വരയ്യ ജനിച്ചത്. इनके पूर्वज आंध्र प्रदेश के कुरुनेल जिले के एक गाँव മോക്ഷഗുണ്ടം में रहते थे. അദ്ദേഹത്തിൻ്റെ പൂർവികരൊക്കെ ആന്ധ്രാപ്രദേശിലെ കുരുനെൽ ജില്ലയിലെ ഒരു ഗ്രാമമാണ് മോക്ഷഗുണ്ടം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൂർവികരൊക്കെ ഉള്ളത്. ബാദുമേ വിശ്വേശ്വരയ്യ के पिता മോക്ഷഗുണ്ടം ശ്രീനിവാസ് ശാസ്ത്രി മൈസൂർ രാജ്യമേം ആകയെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മോക്ഷഗുണ്ടം ശ്രീനിവാസ് ശാസ്ത്രി മൈസൂർ മൈസൂരിലേക്ക് പോന്നു. परंपरा के अनुसार വിശ്വേശ്വരയ്യ के नाम पे भी മോക്ഷഗുണ്ടം ചോട് ദിയാ ഗയ. പാരമ്പര്യം അനുസരിച്ച് വിശ്വേശ്വരയ്യയുടെ പേരിനോടുകൂടി എന്ത് ചേർത്തു? മോക്ഷഗുണ്ടം എന്ന പേര് ചേർത്തു. अब വിശ്വേശ്വരയ്യ का पूरा नाम हो गया. ഇപ്പോൾ വിശ്വേശ്വരയ്യയുടെ പൂർണ്ണമായ പേര് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നാണ്. വിശ്വേശ്വരയ്യ का बचपन कठिनाइयों में बीता. വിശ്വേശ്വരയ്യയുടെ കുട്ടിക്കാലം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ജബ് വേ 14 वर्ष के थे उनके पिता की मृत्यु हो गई. അദ്ദേഹത്തിന് 14 വയസ്സ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. തബ് വേ അപ്പനെ മാമ കെ യഹാം ചലേ ഗയേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പനി പടായി കാ ഖർച്ച് നിക്കാൽനെ കെ ലിയെ ഉന്നെ ഘർ ഘർ ജാക്കർ ട്യൂഷൻ പഠാന പഠിത്താതാ. അദ്ദേഹത്തിൻ്റെ പഠിത്തത്തിനുള്ള ചെലവിന് വേണ്ടി അദ്ദേഹം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. ബച്ചോം കോ പഠാനെ കെ ലിയെ വേ മീലോം പൈദൽ ചലത്തെ തെ. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം നടന്നിട്ടാണ് അദ്ദേഹം കുട്ടികളെ ട്യൂഷൻ എടുത്തിരുന്നത്. നെക്സ്റ്റ്, विश्वेश्वरയ്യ का प्रारंभिक शिक्षा चिकबल्लापुर के मिडिल और हाई स्कूल में हुई. വിശ്വേശ്വരയ്യയുടെ പ്രാരംഭിക വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാർട്ടിങ് ചിക്കബല്ലൂരിലെ മിഡിൽ ഓർ ഹൈസ്കൂൾ ചിക്കബല്ലയിലെ മിഡിൽ ഹൈസ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാരംഭിക വിദ്യാഭ്യാസം. उच्च शिक्षा के लिए उन्होंने बेंगलुरु सेंट्रल कॉलेज में सन 1875 में प्रवेश किया. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ബാംഗ്ലൂരിലെ സെൻട്രൽ കോളേജിൽ 1875 ജോയിൻ ചെയ്തു. सन 1880 में लगभग 20 वर्ष की आयु में उन्होंने BA की परीक्षा विशेष योग्यता के साथ उत्तीर्ण की. 1880 ഏകദേശം 20 വയസ്സായപ്പോൾ അദ്ദേഹം BA പരീക്ഷയിൽ വിശേഷ യോഗ്യതാക്കെ സാത്ത് ഉന്നത മാർക്കോട് കൂടി തന്നെ അദ്ദേഹം പാസ്സായി. ഇതാണ് വിശ്വേശ്വരയ്യയുടെ 20 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.